ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജുസ്കിച്ചനിലേക്ക് സ്വാഗതം. ചിക്കൻ 65. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഒരു 300 ഗ്രാംസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ളത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതേപോലത്തെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എങ്കിലേ കഴിക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതിൽ മസാലയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ 300 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നോർമൽ മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോളപ്പൊടിയാണ്. ഇതിപ്പോഴും അറിയാത്തവരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. കറിയിലൊക്കെ വെള്ളമൊക്കെ കൂടാണെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ കറി കുറുങ്ങനായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം, ഒന്ന് ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത്, 2 ടേബിൾ സ്പൂൺ തൈര്. അത്യാവശ്യം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് പുളി വേണ്ട, പക്ഷെ അത്യാവശ്യത്തിനുള്ള പുളി ഉണ്ടാവണം. ഇനി ഇതിലേക്ക് 1 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനിലൊക്കെ പിടിക്കാനുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഉപ്പ് നോക്കിയിട്ട് വീണ്ടും കുറച്ചും കൂടി ചേർത്തൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കനും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ മസാലയൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ വരണം. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ കയറ്റി വെക്കാം. ചിക്കനിൽ മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മിനിമം 1 മണിക്കൂറെങ്കിലും കയറ്റി വെക്കാം കേട്ടോ, എങ്കിലേ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പം ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു പാന് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. കാരണം ഈ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിലുള്ള ചിക്കന് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളിലുള്ള ചിക്കനും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കണം. 2 സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതിപ്പം 2 സൈഡും നന്നായിട്ട് തന്നെ വെന്തിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് ഇതിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്ന ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഓയിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിന്ന് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ബാക്കിയുള്ള ഓയിൽ കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ചതച്ചാൽ മതി കേട്ടോ, കുറച്ചൊരു വലിപ്പത്തിൽ ചതച്ചെടുക്കാം. നമ്മൾ ചിക്കനിൽ 65 ആക്കി കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിൻ്റെ മുകളിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന്
ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്കൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് എരിവ് കൂടരുത്. അപ്പോൾ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം കരിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി വരണം, ചെറുതായിട്ടൊന്ന് വാടി വരണം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്ന് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് എരിവൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഉപ്പ് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി, ഉപ്പ് കൂടരുത്. കാരണം ചിക്കനിലൊക്കെ ഓൾറെഡി അത്യാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കരിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇത് ചില്ലി ചിക്കൻ്റെ മുകളിൽ ഒരു ചെറിയ മസാല പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ഒരു ഫുഡ് കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കളറൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കളർ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. കാരണം അത് അത്ര നല്ലതല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കഴിയുന്നതും ഫുഡ് കളറൊക്കെ ഒഴിവാക്കുക. ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് മാത്രം ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടോ. അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.